ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം. ചിത്രത്തിൽ ബാബു ആന്റണി, നിഖില വിമൽ, കയാട് ലോഹർ, ഇഷ തൽവാർ, പൂജ മോഹൻരാജ്, മൃദുൽ നായർ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ഈ റൊമാൻറ്റിക് ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 45 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 65 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 1,10,00,000 മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം സിനിമയുടെ വിദേശ കളക്ഷൻ സംബന്ധമായ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ ഒമാൻ ഒഴിച്ചുള്ള GCC രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. ചിത്രത്തിൽ സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മൻമഥൻ, ദീപക് പറമ്പോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം ആദ്യ ദിവസം കേരള കളക്ഷനായി 84 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 61 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 1,45,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ ഏകദേശം 85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 2,30,00,000 മുകളിലാണ് ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. പൊന്മാന്റെ 3 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.5 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 3,80,00,000 മുതൽ 4 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രം ഇന്ന് രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായ 10ാം ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 35 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡൊമിനിക്ക് കേരള കളക്ഷനായി ആദ്യ 10 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 8,80,00,000 രൂപയാണ്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 19.5-20 കോടി റേഞ്ചിലാണ്. അതേസമയം ഡൊമിനിക്കിന്റെ സക്സസ് ടീസർ ഇന്നലെ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരുന്നു. 1 മിനിറ്റ് 27 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വിജയ് ടീസർ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്തിരിക്കുകയാണ്. ബേസിൽ ജോസഫ് നായകനായി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് വൻ വിജയം നേടിയെടുത്ത സിനിമയാണ് ഫാലിമി. ഫാലിമിക്ക് ശേഷം നിതീഷ് സഹദേവിന്റെ അടുത്ത സിനിമ പ്രോജക്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുരാജ് തിരക്കഥ എഴുതിയ ഈ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയുടെ നായകനായി മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് വിഷ്ണു വിജയുമാണ്. തല അജിത്ത് നായകനായി മഹിഴ് തിരുമേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് വിതാമുയർച്ചി. ലോകമെമ്പാടുമായി വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസ് ആണ്. നാളെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കേരളത്തിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. കേരളത്തിൽ ആദ്യ ദിവസം 300-ലധികം തിയേറ്ററുകളാണ് ഈ സിനിമയ്ക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 7 മണിക്കുമാണ്. തളപതി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന തളപതി 69 എന്ന ജനനായകൻ എന്ന സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് വിറ്റഴിച്ചിരിക്കുകയാണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ റെക്കോർഡ് തുകയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 75 കോടി രൂപ. ഫാസ്റ്റ് ഫിലിംസ് ആണ് ഈ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ 2025 ഒക്ടോബർ മാസത്തിലാണ് ഈ സിനിമയുടെ റിലീസിംഗ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണൻ ചെയ്യുന്ന അടുത്ത ചിത്രത്തിലേക്ക് 20-നും 25-നും ഇടയിൽ പ്രായം വരുന്ന പുതിയ നായികയെ തേടുകയാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിൽ എഡിറ്റ് ചെയ്യാത്ത 3 ഫോട്ടോയും 1 മിനിറ്റിൽ കുറയാത്ത പെർഫോമൻസ് വീഡിയോയും അയക്കേണ്ടതാണ്. കൊച്ചി സ്ലാങ് സംസാരിക്കാൻ കഴിയുന്നവർക്കാണ് മുൻഗണന. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.